ശ്രീ ചാണ്ടി ഉമ്മൻ MLA, ആദരണീയനായ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ മന്ത്രി ബഹുമാനായ ശ്രീ അബു ജോൺ ജോസഫ് ഉൾപ്പെടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ നാട്ടകം സുരേഷ്, മറ്റ് ബഹുമാനരായ എല്ലാ നേതാക്കന്മാരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ശ്രീ ജോഷി ഫിലിപ്പ് ഉൾപ്പെടെ ധാരാളം നേതാക്കന്മാരിവിടെയുണ്ട്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ചാണ്ടിയെ വന്ന് കണ്ട് അഭിവാദ്യം അറിയിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ടാണ് ഞാനിവിടെ എത്തിയത്. ദയനീയമായ ഒരു പരിതസ്ഥിതിയിലാണ് നമ്മുടെ നഴ്സിംഗ് കോളേജിലെ സംഭവത്തെ കാണുന്നത്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ, സാധാരണക്കാരിൽ സാധാരണക്കാരായ, ഞാൻ ഓർക്കുന്നത് ഈ റാഗിങ്ങിന് വിധേയനായ ഒരു കുട്ടി ഇടുക്കിയിലെ പീരിമേട് തോട്ടം മേഖലയിലുള്ള ഒരു കുട്ടിയാണ്. അവരുടെ വീട്ടിലെ സാഹചര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടു കഴിഞ്ഞാൽ ചങ്ക് തകർന്നു. അത്രമേൽ ദയനീയമായ ഒരവസ്ഥയാണ്. ഈ പറയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാനത്തെ ഗവൺമെന്റ് ഏത് നിലയിലാണ് പാവപ്പെട്ട തൊഴിലാളികളെയും സാധാരണക്കാരെയും ഒക്കെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. SFIയുടെ കൊടും കുറ്റവാളികൾ, തീവ്രവാദികൾ പോലും ചെയ്യാത്ത വിധത്തിൽ താലിബാൻ മോഡൽ, ആ തരത്തിൽ ഏറ്റവും മൃഗീയമായ കൊടിയ പീഡനം അഴിച്ചുവിട്ട് ഈ നാടിനെ ആകെ കുട്ടിച്ചൂടാക്കുന്ന വിധത്തിലേക്ക് ഈ സ്ഥിതിഗതികളൊക്കെ മാറ്റി നിയമവ്യവസ്ഥയെ അട്ടിമറിച്ച് ഇല്ലാതെയാക്കുന്ന ഒരവസ്ഥയിൽ അതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർ KSUക്കാർ, നമ്മുടെ പ്രിയങ്കരായ MLA ശ്രീ ചാണ്ടി ഉമ്മൻ, അവരെ ഏത് നിലയിലാണ് പോലീസ് കൈകാര്യം ചെയ്തത്? ഒരു വശത്ത് നിയമവാഴ്ചയെ അസ്ഥിരപ്പെടുത്തി പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും കൊലയ്ക്ക് കൊടുത്ത്, പാവപ്പെട്ട പിഞ്ചു വിദ്യാർത്ഥികളെ കൊലയ്ക്ക് കൊടുത്ത് ഈ വിധത്തിൽ അക്രമത്തെ ഇരയാക്കി ഈ അക്രമികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. മറുവശത്ത് അതിനെതിരെ ജനകീയമായി പ്രതിഷേധിച്ചാൽ അവരെ ഇല്ലാതെയാക്കാൻ ഇവർ ശ്രമിക്കുന്നതിനെതിരെ ബഹുമാനനായ ശ്രീ ചാണ്ടി കേരളീയ യുവത്വത്തിന്റെ പ്രതീകമായി, ശബ്ദമായി വലിയ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ഇന്ന് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വളരെ അവിചാരിതമായിട്ടാണ് ഇന്ന് ഈ ഉപവാസ സമരം ഇവിടെ നടക്കുന്നത്. രാവിലെ ആരംഭിച്ചു. ഈ സമയം വരെ കോട്ടയം ജില്ലയുടേതെന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ, ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളുടെയും ഒരു കൂടിച്ചേരലിന് ഇവിടെ അവസരമൊരുക്കപ്പെടുകയായിരുന്നു. തീർച്ചയായിട്ടും ശ്രീ ചാണ്ടിയുടെ ഈ ധർമ്മ സമരം ബഹുമാനായ എന്നുവെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ആരാധനാ ബിംബമായി ഇന്നും കത്തിജ്വലിച്ചു നിൽക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപുത്രൻ, അദ്ദേഹം എന്നും എക്കാലവും നമ്മുടെ നാടിന് നൽകിയതായ മഹത്തായ സേവനങ്ങൾക്കും അപ്പുറം എന്നും പാവപ്പെട്ടവരോടൊപ്പം സാധാരണക്കാരോടൊപ്പം ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്നു. ജനകീയ സമരങ്ങളുടെ ജിഹ്വയായി എന്നും അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പിൻപറ്റിക്കൊണ്ട് പ്രിയങ്കരനായ ശ്രീ ചാണ്ടി ഇവിടെ നിന്നും തുടക്കം കുറിച്ചിരിക്കുന്ന ഈ ധാർമ്മിക സമരം അതിന് അഭിവാദ്യം ചെയ്യുക എന്നുള്ളത് ഒരു മുൻകാല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്റെ ദൗത്യമായി ഞാൻ കാണുന്നു, കരുതുന്നു. ആ നിലയിലാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ സമരവേദിയിൽ അവസാന സമയത്ത് ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ ചാണ്ടിക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും 1000 ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ SFIയുടെയും DYFIയുടെയും കൊടും ക്രൂരതകളുടെ പേരിൽ അനുഭവിക്കുന്നതായ എണ്ണമറ്റ പീഡനങ്ങളുടെ കഥകൾ പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് മറക്കാനാവില്ല. അവർ അനുഭവിക്കുന്ന ത്യാഗങ്ങളെ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അവയെല്ലാം ഈ നാടിന് മുൻപിൽ ഇന്ന് ഏറ്റവും ദൃശ്യമായി നിൽക്കുമ്പോൾ അതിനെല്ലാം പകരം ചോദിക്കുന്ന മനസ്സുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സർവോപരി ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഓരോ പ്രവർത്തനങ്ങളും ഈ സർക്കാരിനെതിരെ, ഈ ദുഷ്ചേതികൾക്കെതിരെയുള്ള പ്രതിഷേധ ശബ്ദമായി തീജ്വാലയായി ജ്വലിച്ചുയരുന്ന കാലം അതിവിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മന് അദ്ദേഹം നടത്തിയ ധാർമ്മിക പോരാട്ടത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്.